നമസ്കാരം. ചാപ്റ്റർ 5 സമൂഹശാസ്ത്ര പഠന ഗവേഷണ രീതികൾ, മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ് എന്നാണ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമൂഹശാസ്ത്ര പഠന ഗവേഷണ രീതികൾ. അതായത് സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ അടുത്ത വർഷം നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ചാപ്റ്റർ നെക്സ്റ്റ് ഇയറും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ 7ാം ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, പകരം ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ വച്ചുകൊണ്ട് അതിനകത്തുള്ള ചില ടോപ്പിക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക മാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായും നമ്മൾ ഏതെല്ലാം ഗവേഷണ രീതികളാണ് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനു മുന്നേ എന്താണ് റിസർച്ച് മെത്തേഡ് അഥവാ രീതി എന്നുള്ളത്, ഗവേഷണം എന്താണ്, അതിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്പം തന്നെ നമ്മൾ സമൂഹശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുമ്പോൾ എങ്ങനെയാണ് നടത്തുന്നത്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഗവേഷണ രീതികൾ ഏതെല്ലാമാണ്, രീതികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, അതുപോലെ ചില ഗവേഷണ രീതികളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നു, അതിൻ്റെ ആ രീതികളുടെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചും മനസ്സിലാക്കുന്നു. ഇത്രയുമാണ് ഈ 5ാം ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, so in this chapter we are discussing about the methodology of research in sociology. Methodology of research in sociology. How we are conducting research in sociology is what we are studying in this chapter. And as an introductory part, we are discussing about what is method, then various methods we are using to conduct studies in sociology. And in that we are discussing about various methodological issues or problems, then different methods that we are using, their merits and demerits. These are the important things that we are discussing in chapter 5. മനസ്സിലായല്ലോ? അപ്പോൾ സമൂഹശാസ്ത്രത്തില് രീതികൾ, സമൂഹശാസ്ത്രത്തിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും രീതികൾ അഥവാ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രീതി അഥവാ മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് രീതി എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അറിവ് സമാഹരിക്കുന്നതിന് സമൂഹശാസ്ത്രജ്ഞൻ പ്രത്യേക രീതികൾ ഉപയോഗിക്കുന്നു. എന്തിനാണ് രീതികൾ ഉപയോഗിക്കുന്നത്? ഇൻ സോഷ്യോളജി വി ആർ യൂസിങ് മെത്തേഡ്സ് ടു കളക്ട് ഓർ ടു ഗ്യാദർ ഇൻഫർമേഷൻ. And this gathering of information is done with the help of various techniques. മനസ്സിലായല്ലോ? അറിവ് സമാഹരിക്കുന്നതിന് സമൂഹശാസ്ത്രജ്ഞൻ പ്രത്യേക രീതികൾ ഉപയോഗിക്കുന്നു. ഇതിനായിട്ട് പ്രത്യേക നടപടികൾ അഥവാ പ്രൊസീജിയേഴ്സും നാം ഉപയോഗിക്കാറുണ്ട്. ഇനി സമൂഹശാസ്ത്രം ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് പഠിക്കുന്നത്. സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി ലിവിങ് എക്സ്പീരിയൻസ് ഓർ ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. ജനങ്ങളുടെ ജീവിത അനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസുകളാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പെരുമാറ്റങ്ങൾ, ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അതെന്തുകൊണ്ട് അങ്ങനെ പെരുമാറി,
എന്തൊക്കെയാണ് അങ്ങനെ പെരുമാറുവാനായിട്ട് സമൂഹം അവരെ അങ്ങനെ പെരുമാറുന്നതിന്, ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അങ്ങനെ പെരുമാറുവാനായിട്ട് സമൂഹം എന്തൊക്കെ കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏതൊക്കെ പ്രേരണകൾ മൂലമാണ് അവരങ്ങനെ ചെയ്തത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ സോഷ്യോളജി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ the life experience of interested in studying the life experience of people, and for that sociologists observe society, collect information from society, then analyze people's opinions, ആൾക്കാരുടെ ഒപ്പീനിയന് അനലൈസ് ചെയ്യുന്നു, and look society from their side, ആ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സമൂഹത്തിനെ ഒരു സോഷ്യോളജിസ്റ്റ് നോക്കിക്കാണുന്നു. ഒരു സമൂഹശാസ്ത്രജ്ഞൻ ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് പഠിക്കുന്നത്. നാം ജനങ്ങളെ നിരീക്ഷിക്കുന്നു. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളാണല്ലേ. ജനങ്ങളുടെ പെരുമാറ്റം, അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, അതിനെന്തെങ്കിലും സാമൂഹിക കാരണങ്ങളുണ്ടോ, എന്നിട്ട് നമ്മൾ മാറി നിന്ന് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കും അവരെന്തായിരിക്കും അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടായത്, എന്തുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക സ്ഥലത്ത് മതത്തിന് ഇത്ര സ്വാധീനമുള്ളത്. ഇങ്ങനെ അവരുടെ കണ്ണുകളിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണുന്നു. ഓക്കെ, സമൂഹശാസ്ത്രം ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് പഠിക്കുന്നത്. നാം ജനങ്ങളെ നിരീക്ഷിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളും തോന്നലുകളും അറിയുന്നു, അവരുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കുന്നു. നമ്മുടെ കണ്ണിലൂടെ അല്ല, സോഷ്യോളജിസ്റ്റിന്റെ കണ്ണിലൂടെ ഒരിക്കലും ആയിരിക്കരുത് ലോകത്തെ നോക്കേണ്ടത്, മറിച്ച് ജനങ്ങളുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കണം. അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾ വിക്ടേഴ്സിന്റെ ക്ലാസ് ഒക്കെ കണ്ടു കാണാം, അവിടെ എല്ലാം നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി, സ്വയം പ്രതിപതനം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. അതൊരു സോഷ്യോളജിസ്റ്റിന്റെ പ്രത്യേകതയായിരിക്കണം എപ്പോഴും. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിച്ചു എന്ന് അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാമൂഹ്യ സ്ഥാപനങ്ങള്, ബന്ധങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ, കാരണങ്ങൾ എല്ലാം നാം പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി മനുഷ്യരുടെ സാമൂഹ്യ സ്വഭാവങ്ങളെ കുറിച്ചുള്ള ചിട്ടയായ നിരീക്ഷണ പദ്ധതിയാണ് സമൂഹശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത്. സോഷ്യോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ സാമൂഹിക സ്വഭാവങ്ങളെ കുറിച്ച്, സോഷ്യൽ ബിഹേവിയർ, ഹ്യൂമൻ ബീയിങ്സിന്റെ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് എന്ത്? സോഷ്യോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. മനുഷ്യരുടെ സാമൂഹിക സ്വഭാവങ്ങളെ കുറിച്ചുള്ള ചിട്ടയായ, അടുക്കും ചിട്ടയോടും കൂടി നാം നിരീക്ഷിക്കുന്നു. അതാണ് സമൂഹശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞതിനകത്ത് അങ്ങനെ പ്രധാനമായിട്ട് ഒന്നും ഇല്ല. ചെറിയ മാർക്കിന് മറ്റോ വല്ലതും ചോദിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇനി ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് വസ്തുനിഷ്ഠത, എന്താണ് ആത്മനിഷ്ഠത എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം, രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ. സം മെത്തഡോളജിക്കൽ ഇഷ്യൂസ്. When we are using the methodology, we are facing some issues. What are they? അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ രീതികൾ ഉപയോഗിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, അതാണ് രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്നതിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ആദ്യം 2 ചെറിയ മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. എന്താണ് രീതിശാസ്ത്രം, എന്താണ് മെത്തഡോളജി എന്ന് പറയുന്നത്? റിസർച്ച് മെത്തഡോളജി എന്നാണ് പറയുന്നത്. എന്താണ് മെത്തഡോളജി? രീതിയുടെ പഠനമാണ് രീതിശാസ്ത്രം. മെത്തഡോളജി മീൻസ് സ്റ്റഡി ഓഫ് മെത്തേഡ്. മെത്തഡോളജി മീൻസ് സ്റ്റഡി ഓഫ് മെത്തേഡ്. എങ്ങനെയാണ് ഒരു കാര്യം പഠിക്കുന്നത് എന്നതിന്റെ ആ മെത്തേഡ് പഠിക്കുന്നതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്താണ് എന്നതാണ് അടുത്തത്. ശാസ്ത്രീയമായ അറിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങളെയാണ് രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. When we are using some methods to study something and we are facing some general problems, for that scientific gathering of knowledge, and that problem is known as രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ അഥവാ മെത്തഡോളജിക്കൽ ഇഷ്യൂസ്. മനസ്സിലായല്ലോ?
ഒരു കാര്യത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിവ് ശേഖരിക്കാൻ പോകുമ്പോൾ നാം അനുഭവിക്കുന്ന, നാം നേരിടുന്ന പ്രശ്നങ്ങളാണ് രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗവേഷണത്തിനായി നാം വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നു. ഈ രീതികൾ ഉപയോഗിക്കുവാനായി നാം പോകുമ്പോൾ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. Methodological issues are the general problems of scientific knowledge gathering. When we are going to gather knowledge scientifically, we are facing some issues or problems, and that problems are known as methodological issues. Clear? Okay. Then comes the next part, objectivity and subjectivity in sociology. വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും സമൂഹശാസ്ത്രത്തിൽ. എന്താണ് വസ്തുനിഷ്ഠത, എന്താണ് ആത്മനിഷ്ഠത? വസ്തുനിഷ്ഠതയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി, ആത്മനിഷ്ഠതയ്ക്ക് പറയുന്നത് സബ്ജക്റ്റിവിറ്റി. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ സയൻസ് എന്ന വിഷയം, നമ്മൾ എപ്പോഴും സയൻസിനകത്ത് ഫാക്റ്റുകളാണ് പഠിക്കുന്നത്, സത്യങ്ങളാണ് സയൻസിൽ നാം പഠിക്കുന്നത്. സൂര്യൻ കിഴക്കുദിക്കുന്നു, അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്ന് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറഞ്ഞാലും നാളെയും ഈ സമയമാകുമ്പോൾ സൂര്യൻ ഇന്ന് ഉദിച്ചു നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അത് ഫാക്റ്റായിട്ട് നമ്മൾ കാലങ്ങളായി കണ്ടുവച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴിയാണ് ആഹാരം പാചകം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫാക്റ്റ്, ചെടികൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം മൂലമാണ് അവരുടെ ആഹാരം പാചകം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് സൂര്യപ്രകാശം വേണം. ഇതൊക്കെ ഫാക്റ്റുകളാണ്, സയൻസ് കണ്ടുപിടിച്ചു വച്ചിരിക്കുന്ന ഫാക്റ്റുകളാണ്. പക്ഷേ സോഷ്യോളജി പോലെയുള്ള ഒരു വിഷയത്തിൽ നമ്മൾ മനുഷ്യരെ കുറിച്ചാണ് പഠിക്കുന്നത്, മനുഷ്യന്റെ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറയുകയാണ്, നമ്മുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി, നമുക്കിപ്പോൾ ആരെ എടുക്കാം? ശ്യാമിനെ എടുക്കാം. ശ്യാം കേസ്. ശ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ ലേറ്റായിട്ട് വന്നു എന്ന് കൂട്ടുക. ശ്യാം കൃത്യമായിട്ട് വരുന്ന ഒരാളാണ്, എങ്കിലും ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. ശ്യാം എന്ന് പറയുന്ന കുട്ടി എല്ലാ ദിവസവും ലേറ്റായിട്ട്, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ലേറ്റായിട്ട് വന്നു. അപ്പം ഞാൻ പറയുന്നു ശ്യാം ലേറ്റായിട്ട് വരുന്ന മടിയനായൊരു കുട്ടിയാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് വയ്ക്കുക. അത് ശരിയാകണമെന്നുണ്ടോ? ഞാൻ ഇന്നത്തെ കാര്യം മാത്രം നോക്കിയിട്ട് ആണ് ശ്യാമിനെ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്നെന്തോ ചില കാര്യങ്ങൾ മൂലം ശ്യാം ലേറ്റായി, അല്ലെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റ് വരുന്ന കുട്ടിയാണ്. അപ്പൊ എനിക്ക് അവിടെ പൊതുവായിട്ട് പറയാൻ പറ്റുമോ? മനുഷ്യനാണ്, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇന്നലെ കാണിച്ച പെരുമാറ്റമാകണമെന്നില്ല ഇന്ന് കാണിക്കുന്നത്, ഇന്ന് കാണിച്ച പെരുമാറ്റമാകണമെന്നില്ല നാളെ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയത്തിൽ ഒരു വലിയ പ്രയാസം നമ്മൾ നേരിടുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യരുടെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. മനുഷ്യരുടെ ഇടപെടലുകൾ, സമൂഹത്തിലുള്ള ഇടപെടലുകൾ, അവരുടെ പെരുമാറ്റമൊക്കെയാണ്. അത് ഇന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ നാളെ ആകണമെന്ന് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മളിവിടെ താഴേക്ക് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ഉദാഹരണത്തിന്റെ സഹായത്തോടു കൂടി മുമ്പോട്ട് പോകാം. ഓക്കെ, വസ്തുനിഷ്ഠത ഇംഗ്ലീഷ് എന്താണ്? ഒബ്ജക്റ്റിവിറ്റി. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനത്തെയാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. അതായത് മുൻവിധികളില്ല. ഏതെങ്കിലും ഒരു ചെടി നോക്കിയിട്ട് ആ ചെടി ഇങ്ങനെ ഇരിക്കുവാണ്, അത് ഫോട്ടോസിന്തസിസ് വഴിയൊന്നും അല്ല പാചകം ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ആ ചെടി എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ല. മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ, സത്യത്തിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനമാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ശാസ്ത്ര വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കാം. എന്നാൽ സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ, സോഷ്യോളജി ആയാലും മറ്റ് വിഷയങ്ങളായ പൊളിറ്റിക്കൽ, രാഷ്ട്രമീമാംസ ഒക്കെ തന്നെയും എന്താണ്, ഈവൻ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം പോലും വസ്തുനിഷ്ഠമായി പഠനം നടത്തുക എന്നുള്ളത് പ്രയാസമാണ്. സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ വസ്തുനിഷ്ഠ പഠനം പ്രയാസമാണ്. കാരണം എന്താണ്? അവിടെ വികാര വിചാരങ്ങൾക്ക് സ്ഥാനം നൽകാതെ നിഷ്പക്ഷമായ അറിവ് ശേഖരണം സമൂഹശാസ്ത്രത്തിൽ സാധ്യമാക്കുക പ്രയാസമാണ്. അവിടെ ഒരു മനുഷ്യനാണ് പഠിക്കുന്നത്, മറ്റൊരു മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വികാര വിചാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ
നിഷ്പക്ഷമായിട്ട് നമുക്ക് അറിവ് ശേഖരിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഒബ്ജക്റ്റീവ് മീൻസ് അൺബയാസ്ഡ്, ന്യൂട്രൽ, ആരുടെയും സൈഡില്ല, ബേസ്ഡ് ഓൺ ഫാക്ട്സ്. ആൻഡ് സബ്ജക്റ്റീവ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ വാല്യൂസ് ആൻഡ് പ്രിഫറൻസസ്. ഒരു വ്യക്തിയുടെ താല്പര്യത്തിനും ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ച് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സബ്ജക്റ്റീവ് ആകുന്നു. അല്ലാതെ സത്യത്തിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ടൊരു കാര്യം പഠനം നടത്തുമ്പോൾ അത് ഒബ്ജക്റ്റീവുമാകുന്നു. ഇനി ഫോർ ആൻ ഒബ്ജക്റ്റീവ് സ്റ്റഡി വി മസ്റ്റ് ഇഗ്നോർ അവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് അബൌട്ട് ദ തിങ് ദാറ്റ് വി സ്റ്റഡി. ഒരു കാര്യം നാം ഒബ്ജക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ, വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒന്നും സ്ഥാനം നൽകാൻ പാടില്ല. നിഷ്പക്ഷമായിട്ടായിരിക്കണം നമ്മൾ പഠനം നടത്തേണ്ടത്. സയൻസ് ഈസ് ഒബ്ജക്റ്റീവ്, വേറെ സോഷ്യൽ സയൻസസ് ആർ യൂഷ്വലി സബ്ജക്റ്റീവ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾ, ആശയങ്ങൾ ഗവേഷണത്തെ ബാധിക്കാം. When a social scientist or sociologist is studying about society, his preferences, his values, his ideas may affect his research. ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു വലിയ ഒരു മതത്തിനെ കുറിച്ച് പഠിക്കുന്നു. ഞാൻ ഹിന്ദു മതത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സോഷ്യലൈസിങ് ഏജൻസികൾ എനിക്ക് തന്നിട്ടുള്ള ചില ഐഡിയാസ് ഹിന്ദുക്കളെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ട്. ആ ചിന്തയുമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ ഈ ഒരു മതത്തിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ പഠനത്തിൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഇഷ്ടങ്ങൾ, ആശയങ്ങളൊക്കെ എൻ്റെ ആ ഒരു ഗവേഷണത്തിനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഞാനൊരു എടുത്തുചാട്ടത്തിലോടുകൂടി എൻ്റെ ചിന്തകളെയും കൂടെ എൻ്റെ ഗവേഷണത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. കാരണം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പഠിക്കുന്നത് ഹിന്ദുക്കളെ കുറിച്ചാണ്, അല്ലെ? എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഹിന്ദുക്കളെ കുറിച്ച് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ തലച്ചോറിൽ കിടപ്പുണ്ട്. അതിന്റെ ബേസിൽ ചിലപ്പോൾ, കാരണം പഠനം നടത്തുന്നത് ഒരു മനുഷ്യനാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എൻ്റെ പഠനത്തിൽ എൻ്റെ ജാതി എൻ്റെ പഠനത്തിന് എൻ്റെ മതം എൻ്റെ പഠനത്തിന് സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് എന്താ പറയുന്നത്, ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ ഒരു ജാതിയിലെ, ഒരു കുടുംബത്തിലെ, ഒരു മതത്തിലേക്ക് അംഗമാണ്. മറ്റ് ജാതി മത സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അയാളുടെ സ്വജാതി അല്ലെങ്കിൽ മതത്തെക്കുറിച്ചുള്ള ധാരണകൾ, ചിന്തകൾ അയാളുടെ പഠനത്തിനെ ബാധിക്കാമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അയാൾ ഒരു ജാതിയിലെയോ കുടുംബത്തിലെയോ മതത്തിലെയോ ഒക്കെ അംഗമാണ്. മറ്റു ജാതികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അയാളുടെ മതത്തെക്കുറിച്ചുള്ള ആശയങ്ങളും ധാരണകളും ഒക്കെ അയാളുടെ പഠനത്തിനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ശാസ്ത്ര വിഷയമായ ജിയോളജിയോ ബോട്ടണിയോ ഒക്കെ എടുക്കാം. ജിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഭൂഗർഭശാസ്ത്രജ്ഞൻ പാറകളെ കുറിച്ച് പഠിക്കുന്നു. പാറകൾ അയാളുടെ ആരെങ്കിലും ആണോ? അയാളുടെ ഒപ്പം താമസിക്കുന്നയാണോ? അല്ലെങ്കിൽ അയാളുടെ മതത്തിൽപ്പെടുന്നയാണോ? അയാളുടെ വിഭാഗത്തിൽപ്പെടുന്നയാണോ? ഒന്നുമല്ല. ഭൂഗർഭശാസ്ത്രജ്ഞന് പാറയുമായി യാതൊരു ബന്ധവുമില്ല. ഒരു സസ്യശാസ്ത്രജ്ഞൻ, ബൊട്ടാണിസ്റ്റ്, അയാൾ പഠിക്കാൻ പോകുന്ന ചെടി അയാളുടെ ആരെങ്കിലും ആയിരിക്കുമോ? അല്ല. അയാളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയാൾക്ക് ആ ചെടിയോട് എന്തെങ്കിലും വിചാരങ്ങൾ ഉണ്ടായിരിക്കുമോ? ഇല്ല, അല്ലെ? അപ്പോ സയൻസിൽ നാം പഠിക്കുമ്പോൾ ഒരു ബൊട്ടാണിസ്റ്റോ ഒരു ഒരു ജിയോളജിസ്റ്റോ ഒക്കെ പഠിക്കുമ്പോൾ ദേ റിപ്പോർട്ട് ദ ഫാക്ട്സ് ആസ് ദേ ആർ, ബിക്കോസ് ദേ ആർ. കാരണം എന്താണ്? അവര് ആ ഒരു വിഭാഗത്തിൽ പെട്ടതേ അല്ല, അവരൊരു ചെടിയുമല്ല, അവരൊരു പാറയുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പഠിക്കുന്നത് ഒബ്ജക്റ്റീവായിട്ടായിരിക്കും. So geologist or a botanist report the facts as they are, whereas sociologist may study about religion in a biased way. മനസ്സിലായല്ലോ? He himself or the sociologist live in a world of social relations and he himself is a member of a religion. This creates problem for objective study in sociology. മനസ്സിലായല്ലോ? ഒരു ഭൂഗർഭശാസ്ത്രജ്ഞൻ അയാൾ പഠിക്കുന്ന പാറകളെ അല്ലെങ്കിൽ സസ്യശാസ്ത്രജ്ഞ അവർ പഠിക്കുന്ന ചെടികളെ കുറിച്ച് മുൻവിധികളില്ലാതെ വസ്തുതാപരമായി പഠിക്കുന്നു. ഇവർ പാറയുടെയോ ചെടിയുടെയോ ഭാഗമല്ല. എന്നാൽ സമൂഹശാസ്ത്ര ഗവേഷകൻ അവർ പഠിക്കുന്ന സമൂഹത്തിന്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് സമൂഹശാസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്?
നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുവാൻ, വസ്തുനിഷ്ഠപരമായി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ വിഷയത്തിനെ തള്ളിക്കളയാൻ ഒരിക്കലും സാധിക്കുന്നില്ല. വി ഹാവ് ടു ഓവർകം ദാറ്റ് പ്രോബ്ലം. സമൂഹശാസ്ത്രജ്ഞൻ വസ്തുനിഷ്ഠമായി പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ സമൂഹശാസ്ത്രജ്ഞന്മാരും വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുവാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് വസ്തുനിഷ്ഠമായി പഠിക്കാം എന്നുള്ളതിന് 6 പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. 1, ഗവേഷണ വിഷയത്തെക്കുറിച്ച് ഉള്ള സ്വന്തം ആശയങ്ങളും വികാരങ്ങളും തുടർച്ചയായി പരിശോധിക്കുക. ഞാൻ ഹിന്ദുക്കളെ കുറിച്ച് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പാകിസ്ഥാനികളെ കുറിച്ച് പഠിക്കാൻ പോകുന്നു, ഞാനൊരു ഇന്ത്യക്കാരനാണ്, എൻ്റെ മനസ്സിൽ അവരെ കുറിച്ചുള്ള ചിന്തകൾ ഇതാണ് എന്ന് ഞാൻ എൻ്റെ ചിന്തകളെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് അതിനെ എടുത്ത് കളയാൻ ശ്രമിക്കണം. A sociologist must rigorously and continuously examine one's own ideas and feelings about the subject of study. നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റും നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അതിനെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിഗറസ്ലി എന്ത് ചെയ്യണം? ആ ഐഡിയാസിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 2, തൻ്റെ പ്രവൃത്തി അന്യരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണണം. അതായത് അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്ന് അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം നോക്കണം. നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതിന് നമ്മൾ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നു, സ്വയം പ്രതിപദനം എന്ന് പറയുന്നു. തൻ്റെ പ്രവൃത്തി അന്യരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. Sociologist must try to look at herself and her research through the eyes of others, and this is called self-reflexivity. 2-3 മാർക്കിനൊക്കെ ചോദിക്കാം. What is self-reflexivity? Self-reflexivity is the process in which a researcher look at herself or her research through the eyes of others. സ്വന്തം മനോഭാവങ്ങളെയും അഭിപ്രായങ്ങളെയും ആത്മപരിശോധന നടത്തണം. എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചു എന്നുള്ളത് ആത്മപരിശോധന നടത്തണം. അന്യരുടെ അഭിപ്രായങ്ങൾ അതുപോലെ സ്വീകരിക്കുകയും വേണം. അന്യരുടെ അഭിപ്രായങ്ങളെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല ഒരു നല്ല സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സമൂഹശാസ്ത്രജ്ഞൻ. ഹി ഷുഡ് അക്സെപ്റ്റ് ദി ഐഡിയാസ് ഓഫ് അതേഴ്സ്. ഇനി സ്വയം പ്രതിപദനവും പ്രമാണവൽക്കരണവും നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നാം എന്താണ് ചെയ്യുന്നത് അതിനെ നമ്മൾ എഴുതി വെക്കുക, ഡോക്യുമെന്റേഷൻ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മലയാളം നോട്ടിൽ പ്രമാണവൽക്കരണം എന്തെന്ന് അപ്പുറം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് അത് ഒന്നിച്ചങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പ്രമാണവൽക്കരണം? സോഷ്യോളജിസ്റ്റുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ചിട്ടയായിട്ട് എഴുതി വെച്ച് വിശകലനം ചെയ്യുന്നതിനെയാണ് പ്രമാണവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം പ്രതിപദനം നടത്തുകയും പ്രമാണവൽക്കരണം നടത്തുകയും വേണം. എങ്കിൽ മാത്രമേ ഒരു സമൂഹശാസ്ത്രജ്ഞന് വസ്തുനിഷ്ഠമായി പഠിക്കുവാൻ സാധിക്കുന്നുള്ളൂ. സെൽഫ് റിഫ്ലെക്സിവിറ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ദെൻ ഇൻ സോഷ്യോളജി, അതിനു മുമ്പ് ഇതൊന്ന് പറഞ്ഞേക്കാം. സോഷ്യോളജി ഷുഡ് കെയർഫുള്ളി ഡോക്യുമെന്റ് വാട്ടെവർ വൺ റിസർച്ചർ ഇസ് ഡൂയിങ്. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്യണം. ഹി ഷുഡ് സൈറ്റ് ആൾ സോഴ്സസ് ഓഫ് എവിഡൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഞാൻ എന്തെല്ലാം ചെയ്തു, ഞാൻ ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തു, എല്ലാം എവിടെ എഴുതി വെക്കണം? പ്രമാണവൽക്കരണം നടത്തുമ്പോൾ അഥവാ ഡോക്യുമെന്റേഷൻ നടത്തുമ്പോൾ എഴുതേണ്ടതുണ്ട്. ദെൻ ഹി ഷുഡ് റൈറ്റ് ഡൗൺ ഹിസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ് ആറ്റിറ്റ്യൂഡ്സ്. എൻ്റെ ചിന്താഗതി എന്താണ്, ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളും നാം എഴുതി വെക്കേണ്ടതുണ്ട്. ദിസ് വിൽ ഹെൽപ്പ് അസ് ടു ചെക്ക് ആൻഡ് റീചെക്ക് അവർ ഓൺ തിങ്കിങ്. ഇത് നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ ചിന്തകളെ കുറിച്ച് റീചെക്ക് ചെയ്യുവാൻ സഹായിക്കുകയും ആൻഡ് ദിസ് പ്രോസസ് ഇസ് കാൾഡ് ഡോക്യുമെന്റേഷൻ. ആൻഡ് ഡോക്യുമെന്റേഷൻ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വസ്തുനിഷ്ഠമായ പഠനം നടത്തുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി സോഷ്യോളജിയിൽ സത്യത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നും നോക്കിക്കാണണം എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്, നല്ല ഭക്ഷണം. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു നമ്മുടെ സ്കൂളിനടുത്ത് ഒരു ചായക്കടയുണ്ട്, ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. അവിടെ ഇരുന്ന് ചായ കുടിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. കാലൊടിഞ്ഞ ഒരു ബെഞ്ചും ഒരു എല്ലാ സ്ഥലങ്ങളിലും ദ്വാരങ്ങളൊക്കെയുള്ള ഒരു ഡെസ്കും അതുപോലെ തന്നെ സൈഡിൽ പൊട്ടിയിരിക്കുന്ന ഒരു കണ്ണാടി ഗ്ലാസ്, പൊട്ടിയ ഒരു പ്ലേറ്റ്, ഇതൊക്കെയാണ് ആ കടയിലുള്ളത്. പാവപ്പെട്ട ഒരാൾ നടത്തുന്ന ഒരു കടയാണ്. അപ്പോൾ വെറും പാവപ്പെട്ട ഒരാളും
വളരെ പാവപ്പെട്ട, അതായത് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത, ഒരു ഗ്ലാസ് പോലും സ്വന്തമായി ഇല്ലാത്ത ഒരു പാവപ്പെട്ടവനും ഒരു പണക്കാരനും അതുവഴി പോകുന്നു. അന്നത്തെ ദിവസം ബന്ദാണ്, ഈ ഒരു കട മാത്രമേ തുറന്നിരിക്കുന്നുള്ളൂ. രണ്ടുപേരും അവിടെ ചായ കഴിക്കുവാനായിട്ട് പോകുന്നു. പാവപ്പെട്ട ആള് ഓർഡർ ചെയ്തു, വളരെ സന്തോഷത്തോടു കൂടി ചായയും കുടിച്ച് വടയും തിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ചായ? അപ്പം അയാൾ പറയുന്നതെന്ന് പറയാം, വളരെ സൂപ്പറായിട്ടുള്ള ചായയും കടിയുമായിരുന്നു. കുറേ നാളായി ഇത്രയും രുചികരമായിട്ടുള്ളൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾ പോയി. തൊട്ടുപുറക്കെ ഒരു വലിയ ബിസിനസ്സുകാരൻ, കോടികളുടെ ആസ്തിയുള്ളൊരു ബിസിനസ്സുകാരൻ ഒരു കാറിൽ ഓടിക്കാറി വന്നിറങ്ങുന്നു. വേറെ എവിടെയും ചായ കുടിക്കാനില്ല, അയാൾ ഇവിടേക്ക് വന്ന് ചായ കുടിച്ചിട്ട് പോകുന്നു. വളരെ അതൃപ്തനായിട്ടാണ് അയാൾ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ ചോദിച്ചു, ചേട്ടാ ചായ എങ്ങനെയുണ്ടായിരുന്നു? ഓ, വൃത്തിയില്ല, പൊട്ടിയൊരു ഗ്ലാസും, ഇന്ന് ഇരിക്കാൻ പറ്റുമോ? അവിടെ ഇരിക്കാനും പറ്റില്ല, ചെയറും ഇല്ല, ഇപ്പം വീഴും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ബെഞ്ചിലിരുന്നത്. അത് കഴിഞ്ഞൊരു പ്ലേറ്റ് കൊണ്ടുവന്ന് മുഴുവൻ പൊട്ടി തകർന്ന് ഇരിക്കുന്ന, അതിൻ്റെ ചില്ലുകൾ എൻ്റെ വായി പോകുമോ എന്ന് പേടിച്ചാണ് ഞാൻ വട തിന്നത്. തീരെ മോശം എന്ന് പറഞ്ഞിട്ട് ആ പണക്കാരനും പോകുന്നു. അപ്പൊ ഇവിടെ പാവപ്പെട്ടവൻ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞെടുത്ത് പണക്കാരൻ നല്ല ഭക്ഷണം എന്നല്ല പറഞ്ഞത്, അല്ലെ? രണ്ടുപേരെ സംബന്ധിച്ചും അത് സത്യമാണ്. പാവപ്പെട്ടവൻ അവൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും രുചികരമായ വടയും ചായയുമാണ് അവിടെ കുടിച്ചിരിക്കുന്നത്, സത്യമാണത്. ഇപ്പുറത്ത് പണക്കാരനെ സംബന്ധിച്ചിടത്തോളവും അത് സത്യം തന്നെയാണ്. അയാൾ ഇതിനെക്കാട്ടി നല്ലത് അയാൾ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് മോശം ഭക്ഷണമാണ്, അല്ലെ? അപ്പൊ നല്ല ഭക്ഷണം എന്നത് ഒരു പാവപ്പെട്ടവനും പണക്കാരനും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനും പ്രായമായ ആൾക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പം ചെറുപ്പക്കാരന് പുറത്തു പോയിട്ട് ഒരു എന്താ പറയാ KFCയുടെ ഒരു ചിക്കനോ ഒക്കെ തിന്നാലേ ചെറുപ്പക്കാരന് ഇഷ്ടമാകുന്നുള്ളൂ. ഒരു കുഴിമന്തിയെന്നോ ഒക്കെ പറഞ്ഞ് കഴിച്ചാലായിരിക്കും ചെറുപ്പക്കാരന് ഇഷ്ടമാകുന്നതെങ്കിൽ പ്രായമായ ആൾക്ക് ചിലപ്പം ചോറും സാമ്പാറും അവിയലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ചെറുപ്പക്കാരൻ നല്ലതെന്ന് പറയുന്നത് പ്രായമായ ആൾ നല്ലതെന്ന് പറയണമെന്ന് ഇല്ല. അപ്പൊ നമ്മൾ ഇവരെ കുറിച്ചൊക്കെയാണ്, ഈ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുന്നത്, അല്ലെ? ഇവരുടെ പെരുമാറ്റങ്ങളും ഇവരുടെ താല്പര്യങ്ങളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വസ്തുനിഷ്ഠമായ പഠനം നടത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇത് വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്നും നാം നോക്കിക്കാണേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ആ പാവപ്പെട്ടവൻ അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് പണക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് നാം നോക്കിക്കാണണം. സത്യത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. There are many versions of truth in social world. For example, good food, അല്ലെങ്കിൽ നല്ല വില എന്ന് പറയുന്നതും അതുപോലെ തന്നെ. ഒരു തുണി വാങ്ങാൻ പോയി നല്ല വിലയെന്ന് ഒരു പാവപ്പെട്ടവൻ പറയുമ്പോൾ പണക്കാരൻ ചിലപ്പോൾ അതിന് നല്ല വിലയെന്ന് പറയണമെന്ന് ഇല്ല. അല്ലെങ്കിൽ ലാഭമാണ് എന്ന് പാവപ്പെട്ടവൻ പറയുന്നതും പണക്കാരൻ പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ. അപ്പൊ അതനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോഷ്യോളജിയിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്തത്, സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ ബഹുമുഖ വീക്ഷണങ്ങളുണ്ട്. പരസ്പര വിരുദ്ധമായ വീക്ഷണങ്ങളും വാദഗതികളും ഒരേ സമയം തന്നെ കാണുന്നു എന്നാണ് പറയുന്നത്. There are multiple points of view അല്ലെങ്കിൽ multiple വ്യൂ പോയിന്റ്സ് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യോളജി ഈസ് എ മൾട്ടി പാരഡിഗ്മിക് സയൻസ് എന്നാണ് പറയുന്നത്. പാരഡിഗ്മിക് സയൻസ്, അതിന് വ്യത്യസ്ത വീക്ഷണങ്ങളാണ്, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. കാരണം അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ എന്താ പറയാ നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണവും തന്നെ നോക്കാം. എല്ലാ ആശയങ്ങൾക്കും പോസിറ്റീവായ രീതിയിൽ നിർവഹണവാദികൾ കാണുമ്പോൾ മറ്റവര് അവിടെ എല്ലാം സംഘർഷമുണ്ട് എന്നാണ് കാണുന്നത്, അല്ലെ? അപ്പോ ഇത് മനുഷ്യരെ കുറിച്ചുള്ള പഠനം മനുഷ്യൻ നടത്തുന്നതായതുകൊണ്ട് ബഹുമുഖ വീക്ഷണങ്ങൾ ആണ്. ഏത് കാര്യത്തിനെ കുറിച്ചും ബഹുമുഖ വീക്ഷണങ്ങളാണ് സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പഠനം നടത്തുവാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ സമൂഹശാസ്ത്രജ്ഞർ ഗവേഷണം വസ്തുനിഷ്ഠതയോടുകൂടി നടത്തുവാനായി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് വളരെ കഠിനമായ ഒരു കാര്യമാണ്. പക്ഷെ അവർ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം, അത് സാധിക്കുന്നില്ലെങ്കിൽ പോലും നിരന്തരം അവർ അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യോളജിസ്റ്റ് വുഡ് കണ്ടിന്യൂസ്ലി റിവ്യൂ ഹിസ് ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് so that he can correct it at any point of time. എവിടെയെങ്കിലും വെച്ച് അയാൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
Sociologists, despite these shortcomings, try to conduct research in a biased, objective way. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ ഗവേഷണം നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. Attaining objectivity is a difficult and complicated thing for a sociologist. എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യാതിരിക്കുന്നില്ല. ഓക്കെ, ഇനി ലാസ്റ്റിൽ പ്രമാണവൽക്കരണം. ഇംഗ്ലീഷുകാർക്ക് നമ്മൾ അവിടെ തന്നെ അത് എഴുതിയിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ എന്താണ്? ഗവേഷകൻ ചെയ്യുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന പ്രക്രിയയാണ് പ്രമാണവൽക്കരണം എന്ന് പറയുന്നത്. എന്ത് റിസർച്ച് ചെയ്യുന്നു അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുന്നു, എഴുതി വെക്കുന്നു, അതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. എ സോഷ്യോളജിസ്റ്റ് ഷുഡ് കെയർഫുള്ളി ഡോക്യുമെന്റ് വാട്ട് എവർ ഹി ഈസ് ഡൂയിങ് എന്നാണ്. അതിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്, തെളിവുകൾ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എവിടെ നിന്നാണ് ആ തെളിവ് കിട്ടിയത് എന്നെല്ലാം നാം എഴുതി വെക്കേണ്ടതുണ്ട്. ഗവേഷകന്റെ ബാക്ക്ഗ്രൗണ്ട് എഴുതി വെക്കണം. ഗവേഷകന്റെ നിഗമനങ്ങൾ എങ്ങനെ കിട്ടി, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, അത് ശരിയാണോ എന്ന് നോക്കുവാൻ മറ്റുള്ളവരെ ഇങ്ങനെ നമ്മൾ ഗവേഷകന്റെ നിഗമനങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുമ്പോൾ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമാണവൽക്കരണം വസ്തുനിഷ്ഠമായി പഠിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. മറ്റൊരാൾക്ക് അത് നോക്കിയിട്ട് ഇയാൾ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണോ പഠിച്ചതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രമാണവൽക്കരണം നമ്മെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ രേഖപ്പെടുത്തി വയ്ക്കൽ, എന്ത് ചെയ്യുന്നു, ഗവേഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നു. നടപടിക്രമങ്ങൾ, എങ്ങനെ ഗവേഷണം നടത്തി, എവിടെ നിന്ന് ഈ കാര്യങ്ങൾ കിട്ടി, ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ഗവേഷകന്റെ നിഗമനങ്ങൾ എങ്ങനെ കിട്ടി, ശരിയാണോ എന്നെല്ലാം നോക്കുവാനായിട്ട് ഇത് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഗവേഷകന്റെ ചിന്തയും വാദവും പരിശോധിക്കുവാനും പുനഃപരിശോധിക്കുവാനും ഈ പ്രമാണവൽക്കരണം നമ്മെ സഹായിക്കുന്നു. മുൻവിധികൾ പഠനത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ, അതായത് ഞാൻ ക്രിസ്ത്യാനിയായ എൻ്റെ ചിന്തകൾ എൻ്റെ പഠനത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ ഈ ഡോക്യുമെന്റേഷൻ അഥവാ പ്രമാണവൽക്കരണം സഹായിക്കുന്നു. തൻ്റെ പക്ഷപാത ചിന്തകളും സാമൂഹ്യ പശ്ചാത്തലവും എഴുതി വച്ചാൽ വായനക്കാർ മുൻവിധികളുടെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യും. ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവിടെ എഴുതി വെച്ചാൽ, ഞാൻ ഹിന്ദുക്കളെ കുറിച്ച് പഠിച്ചപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട്, മറ്റ് ഗവേഷകർക്കും മറ്റ് പൊതുജനങ്ങൾക്കും മനസ്സിലാക്കുവാനായിട്ട് അത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത്രയാണ്. താങ്ക് യു.